ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വസതി. അതാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയലായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതായത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന താമസിച്ചിരുന്ന സ്ഥലം. അതിനകത്തേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള ജീവചരിത്രം എല്ലാം ഉണ്ട്. ഇവിടെ ഗാന്ധിയുടെ ചിത്രങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, പിന്നെ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള അവാർഡ്സ്, പല രാജ്യങ്ങളിൽ സന്ദർശിക്കാൻ പോകുമ്പോൾ കിട്ടിയിട്ടുള്ള മൊമെൻറ്റംസ് എല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഗാലറി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന സമയത്ത് പത്രങ്ങളിൽ വന്ന വാർത്തകൾ, ആ പത്ര കട്ടിങ്സുകൾ യൂസ് ചെയ്തേക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ തിരക്ക് കൂട്ടുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ആ വെടിയേൽക്കുന്ന സമയത്ത് ധരിച്ചിരുന്ന സാരിയാണ്. ഇതിൽ ആ വെടിയുണ്ടകൾ തുളച്ച് കയറിയ ഓട്ടകൾ കാണാൻ കഴിയും. അവർ ഉപയോഗിച്ചിരുന്ന ബാഗ്, അവരുടെ ചെരുപ്പ്, അവരുടെ ഫോട്ടോസ്, ഉപയോഗിച്ചിരുന്ന പേനകൾ, പാത്രങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളതൊക്കെ ഇങ്ങനെ കണ്ട് അവരുപയോഗിച്ചിരുന്ന സാരികൾ, ഇതൊക്കെയാണ് ഇവിടെ പ്രദർശനം ചെയ്യുന്നത്. അവരുടെ എഴുത്തുകൾ, വരകൾ, അവരുപയോഗിച്ചിരുന്ന ബോക്സസ്, അതായത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പണപ്പെട്ടി പോലുള്ള ആ സാധനം, പിന്നെ അവരുടെ ബെഡ്റൂം, ലിവിങ് റൂം. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലിവിങ് റൂമാണ്. ഇത് രാജീവ് ഗാന്ധിയുടെ, ഈ ഇന്ദിരാഗാന്ധിയുടെ മാത്രമല്ല രാജീവ് ഗാന്ധിയുടെയും ഇത് കാര്യങ്ങളൊക്കെ, അതായത് വസ്ത്രങ്ങൾ, രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രം, അത് കാണുമ്പോൾ തന്നെ ആഫ്റ്റർ ബ്ലാസ്റ്റിന് ശേഷമുള്ള വസ്ത്രമാണത്. ചെരുപ്പ്, സോക്സ്, ഇവയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന ഡ്രസ്സസ്, രാജീവ് ഗാന്ധിയുടെ കുറച്ച് ഫോട്ടോസ്, സ്റ്റോറീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, രാജീവ് ഗാന്ധി കിട്ടിയ മൊമെൻറ്റംസ്, ഇതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ലൈബ്രറി ബെഡ്റൂം, ഇത് പൂജാ റൂമാണ്. ഇന്ദിരാഗാന്ധിയുടെ പൂജാ റൂമിൽ ചിത്രങ്ങളുണ്ട്, ഉപയോഗിച്ചിരുന്ന ഇതുകളുണ്ട്. ഇത് ലിവിങ് റൂം, ഇത് ഇന്ദിരാഗാന്ധിയുടെ ലിവിങ് റൂം. പിന്നെ ടാഗോറുമായിട്ട് ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൽ ചുറ്റാതെ ഉള്ള സ്ഥലമാണ്. അവിടെ ഗാലറി കണക്ക് കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതുവഴി ഇങ്ങനെ ചുറ്റാതെ നടക്കാനൊക്കെ സ്ഥലമുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ വലിയ ഫോട്ടോസ് ഓരോ. പിന്നെ ഇവിടെ വെച്ച് ഇതെന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിക്ക് വെടിയേൽക്കുന്ന ഗേറ്റിൻ്റെ അവിടെയാണ് ചിത്രം കൊടുത്തേക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് വെടിയേക്കുന്നത്. ആ ഗ്ലാസ് ഇട്ട് സംരക്ഷിച്ച് അവിടെ വെച്ചിട്ടാണ് വെടിയേക്കുന്നത്.